എൻ്റെ പൊന്നാര ചങ്കുകളെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. ഇത് ബിഹൈൻഡ് ദ സീനാണ്. ഞാനും എൻ്റെ പ്രിയ ചങ്കും കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചർച്ചകൾ ചെയ്തുകൊണ്ട് സാധനമൊക്കെ എടുത്ത് ഡെക്കറേറ്റീവ് ആക്കി വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ. ജസ്റ്റ് ബിഹൈൻഡ് ദ സീൻ. പിന്നെ ചാനൽ നോക്ക്, നിങ്ങളെല്ലാവരും ചാനൽ കാണുന്നുണ്ട്. കുറേ പേര് ചെറുതായിട്ട് എൻഗേജ് ആവുന്നു, അങ്ങ് കളയുന്നു, സ്കിപ്പാവുന്നു, ഒരു ലൈക്കോ കമൻറ്റോ ഒന്നുമില്ല. കുറേ കൊച്ചു വീഡിയോകളും നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും ചെറിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചാനൽ. നിങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കുക, എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഇമോജി എന്തെങ്കിലും ഇട്ടിട്ടേ പോകും. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ, വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിൻ്റെ വെറൈറ്റി ഒന്നുമില്ല, പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല, പക്ഷേ മസാലക്കൂട്ടും നല്ല ജ്യൂസി ആൻഡ് പിന്നെ നമ്മൾ എന്താ പറയുക, വെളിയിൽ നല്ല ഫ്രൈ ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 7 വെളുത്തുള്ളി കൊച്ചായിട്ട് അരിഞ്ഞ് ഇതെല്ലാം മിക്സിയിലോട്ട് അങ്ങോട്ടിട്ട് നല്ല ഇത് പേസ്റ്റാക്കി മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കാശ്മീരി ചില്ലിയോ എരിയുള്ള മുളകോ 1 ടേബിൾ സ്പൂൺ മുളക് ഇടുക. ഈ കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, നല്ല രസം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി വെക്കാം. ഇനി നമുക്ക് കാല് മാത്രമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-6 കാല് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്ത് നല്ലപോലെ അതിന് കുറച്ച് കട്ടുകൾ ഇടുക, പീസാക്കി. കാര്യം അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് വരാൻ വേണ്ടി. എന്നിട്ട് അതിട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച മസാല എല്ലാം കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ട് ഒരു നാരങ്ങയും പിഴിഞ്ഞ് വെച്ച് നല്ലപോലെ തേച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് 2 മണിക്കൂർക്ക് ശേഷം നമ്മൾ പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച്, നല്ല വെളിച്ചെണ്ണയ്ക്ക് അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ ചിക്കനെ എല്ലാം പറക്കി അതിനകത്തോട്ട് വെച്ചൊരു 15 ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും വെച്ചും ബാക്കി ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച്, എന്നാലേ അകത്ത് വേവുകയും ചെയ്യണം, വെളിയിൽ കട്ടിയാവണം. അതുകൊണ്ട് ഇനി തീ കുറച്ച് വെച്ചൊരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഇരുന്ന് വേവട്ടെ, ഒരു സൈഡ് നല്ലപോലെ വേവട്ടെ. അപ്പോൾ എൻ്റെ പ്രിയ ചങ്കുകളെ, ഞാൻ പ്രത്യേകിച്ച് പറയുക, ഇനിയും നിങ്ങൾ ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്യുന്നത് മോശമാണ്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഇത് കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ഓഡിയോ ഒന്നും ആരും ഇടാതെ വീഡിയോ മാത്രമായിരിക്കും കാണുന്നത്. എന്നാലും നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് ചിക്കനെല്ലാം ഒരു സൈഡ് നല്ലപോലെ വന്നിട്ട്, ഇത് കരിഞ്ഞതല്ല, മസാല നല്ലപോലെ മൂത്തേൻ്റെ കളറാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കരിഞ്ഞതൊന്നുമില്ല, ഭയങ്കര ജ്യൂസി ആയിരുന്നു. കഴിച്ചതിന് ശേഷം ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. ഇനി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഒരു 10-15 മിനിറ്റോളം ഏകദേശം കഴിഞ്ഞ് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും ഇത്തിരി ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ എന്നാ പോന്നെ, എന്താ പൊളിയാ ചങ്കുകളെ. അപ്പം മറക്കരുത്, എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ സബ്സ്ക്രൈബ് ചെയ്യണം.